കെട്ടിന് എനിക്കൊരു കാപ്പി ഇട്ട് തരാം കേട്ടോ. അയ്യടാ തിരിച്ചു പോണല്ലോ എന്ന് ഓർത്തിട്ടല്ലേ എന്റെ അടുത്ത് പറഞ്ഞ ഡയലോഗ്, നിങ്ങൾ കാപ്പി ഇട് ഞാൻ മേക്കപ്പ് ഇടാം. എങ്ങോട്ടാണ് പറഞ്ഞടിച്ച് പോണേ? സമയമില്ല, സംസാരിക്കാൻ പോലും സമയമില്ല. സംസാരിക്കാൻ പോലും സമയമില്ല. അതിനെ പോലെ സമയമില്ലാത്ത പോണേ. ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സിലെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടുപേരും ഉറക്കം തൂങ്ങി നിൽക്കുന്ന, രാവിലെ എണീറ്റിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതേ ഒരു അടിപൊളി ഗോൾഫ് കോർട്ടൊക്കെ കാണാൻ പറ്റും. നല്ല സൂപ്പർ പ്ലേസാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ വന്നിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓസോടെക് എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെ പുതിയ വണ്ടി ബീം എന്ന് പറയുന്നൊരു വണ്ടി ലോഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതേ 2 റോസാപ്പൂക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ വെൽക്കം ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമ്മളിവിടെ ഒന്ന് ചുറ്റി നടന്ന് കാണാൻ പോവാണ് ഗൈസ്. ഹോട്ടൽ റോയൽ ഓർക്കിഡിലാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുന്നത്. നമുക്കിവിടെയൊക്കെ ഒന്ന് ചുറ്റി കാണാം. അപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 ലക്ഷറി കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഇതേ റോൾസ് റോയ്സിൻ്റെ പഴയൊരു മോഡലും തൊട്ടപ്പുറമായിട്ട് ബെൻസിൻ്റെ ഇലക്ട്രിക് കാറുമാണ് കിടക്കുന്നത്. ഈ ഒരു കാർ കണ്ടിട്ട് ഞാൻ അന്താളിച്ചു പോയിട്ട് സത്യം പറഞ്ഞാൽ എന്ത് നീളമാണെന്നറിയോ. ഒരു ഏകദേശം എത്ര നീളം കാണും എനിക്ക് പറയാൻ അറിയത്തില്ല, അത്രയും നീളമുണ്ട്, നല്ല നീളമുണ്ട്. അപ്പോൾ ഞാൻ ഈ കാറ് കണ്ട് പകച്ച് നിൽക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ റീൽസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രസമായിരുന്നു, കുറേ റീൽസൊക്കെ എടുത്തു. അടിപൊളി കാറാണ്. പിന്നെ തൊട്ടപ്പുറേ ബെൻസിൻ്റെ ഒരു ഇലക്ട്രിക് കാർ കിടപ്പുണ്ട്. അതിന് മുമ്പായിട്ട് ഇതേ ഈ കാർ കണ്ടതിൻ്റെ അന്താളിപ്പ് എനിക്ക് മാറിയിട്ടില്ല കേട്ടോ. അതിനെ നടന്നും അതിന് ചുറ്റും കറങ്ങിയും തൊട്ടും ഉരുമിയൊക്കെ ഞാൻ നോക്കുവാണ്. ഇത് എന്തൊരു വണ്ടിയാണ്. എൻ്റെ ഈ വണ്ടിയുടെ നീളം ഞാൻ നടന്ന് കാണിച്ചു തരാം. 4 വലിയ സ്റ്റെപ്സ് എടുത്ത് നടന്നിട്ട് ഈ വണ്ടി നടന്നങ്ങ് എത്തുന്നില്ല കേട്ടോ, അത്രയും നീളമാണ്. എൻ്റെ ഒരുവിധം തോട്ടിക്കാലാണ് കേട്ടോ, എന്നെ അറിയാവുന്നവർക്കറിയാം. എന്നിട്ടും ഓളും ദേ നടന്നങ്ങ് എത്തണില്ല. എൻ്റെ അമ്മയെ. പിന്നെ തൊട്ടപ്പുറത്തെ ബെൻസിൻ്റെ ഇലക്ട്രിക് കാർ കിടപ്പുണ്ട്. അതിൻ്റെ അത്രയും തന്നെ വണ്ടി നീളമുള്ളൊരു വണ്ടിയാണത്. കണ്ടോ എന്നാ മുട്ടം വണ്ടിയാണെന്ന് നോക്കി. പക്ഷെ എന്നതാല്ലേ അതേ ഒരാളത് കയറിയിരുന്ന് ഓടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. എന്താണല്ലോ അതിൻ്റെ ശബ്ദം വലിയ ഭയങ്കരമായ ശബ്ദമൊന്നുമല്ല, ഒരു ആവറേജ് ശബ്ദമൊക്കെ, ഒരു പഴയ വണ്ടിയുടെ ഒരു ശബ്ദമൊക്കെ ആയിരുന്നു. എനിവേ ഇതാണെന്ന് ഉമ്മ പറഞ്ഞ വണ്ടി. എന്താണേലും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ കുറേ അടിപൊളി വണ്ടികൾ കാണാം കേട്ടോ. ബെൻസായി, അതുപോലെ തന്നെ BMW, മിനി കൂപ്പർ, അതുപോലെ പോർഷെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. കാരണം കുറച്ച് ലക്ഷറി ആളുകളുള്ള സ്ഥലമാണ്. കിടുക്കാച്ചി വണ്ടികളൊക്കെ നമുക്ക് കാണാൻ പറ്റും. റോട്ടിലാണേലും അടിപൊളി വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലൊക്കെ നമുക്ക് നടന്ന് കാണാം കേട്ടോ. ഇത് അടിപൊളി ഒരു ലക്ഷറി ഹോട്ടലാണ്. അപ്പോൾ അതേ നല്ലൊരു ആംബിയൻസ് ഉണ്ടല്ലേ, സൺലൈറ്റൊക്കെ വന്ന് വീഴുന്നു, ഗ്രാനൈറ്റൊക്കെ മിന്നി തിളങ്ങുന്നു, നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഹോട്ടലിൻ്റെ ഔട്ട് സൈഡ് എങ്ങനെയാണ് നമുക്കൊന്ന് കാണാം. നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ് പുറത്ത്. പിന്നെ ബാംഗ്ലൂർ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റായിട്ട് എനിക്ക് തോന്നി. നമ്മുടെ നാട്ടിൽ അത്രയും പുകച്ചിലില്ല കേട്ടോ. എനിവേ നല്ല വെയിലുണ്ട്, പക്ഷേ നമ്മുടെ ഇവിടുത്തെ അത്രയും പുകച്ചിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ഇറങ്ങിയാൽ പണി കിട്ടും. അപ്പോൾ ഇതാണിതേ ഒരു സൈഡ് പൂന്തോട്ടം വരുന്നത്. നല്ല വൃത്തിയായിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടോ, ഇതാണ് ഞാൻ സൺസ്ക്രീനൊക്കെ തൂത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇങ്ങനെ വെയിലത്ത് കൊണ്ടൊക്കെ നടക്കുന്നത്. അപ്പോൾ ദേ ആ കെട്ടിടം നോക്കിയാൽ ഫുള്ള് എന്തോ ചെടികൾ കയറി പോയേക്കണാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫോട്ടോയ്ക്കൊക്കെ അടിപൊളി പ്ലേസാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നമ്മളിവിടെ വന്ന കാര്യം പറയാം. നമ്മൾ ഓസോടെക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഇലക്ട്രോണിക് വെഹിക്കിളായ ബീമിൻ്റെ ലോഞ്ചിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഒത്തിരി യൂട്യൂബേഴ്സും ഒക്കെ ഒത്തിരി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊരു ഒരു വീഡിയോ അവിടെ കാണാം. ആ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ കാണുന്ന പോലെ തന്നെ ഈ വണ്ടിക്ക് ഒരുപാട് പർപ്പസുകളുണ്ട്. ഒരുപാട് രീതിയിൽ നമുക്ക് ഈ വണ്ടി കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വണ്ടിയും കൂടിയാണ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി രീതിയിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ കേട്ടോ. അതായത് പടത്തിൽ കാണുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒത്തിരി 5 ഗ്യാസ് കുറ്റിയൊക്കെ ഒരേ സമയം കൊണ്ടുപോകാം. ഒത്തിരി പർപ്പസ് ഉണ്ട് കേട്ടോ ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ. ഇതെല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ഐ ആം ബ്രിൻഡോ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് കാണണേ. എങ്ങോട്ടാണ് പറഞ്ഞടിച്ച് പോണേ? സമയമില്ല, സംസാരിക്കാൻ പോലും സമയമില്ല. അതിനെ പോലെ സമയമില്ലാത്ത ചോട്ടാ ഭീമാണ് ഞാൻ. നീ ചോട്ടാ ഭീം ആയിരിക്കും, പക്ഷേ നീ ഇരിക്കുന്ന സാധനം ചോട്ടാ ഭീം അല്ല, അത് കിടു മുതലാണ്. ഇത് കിടിലനാണ്, കിടിലനാണ്. ഇത് ഇരുന്നിട്ട് എങ്ങനെയുണ്ട്? സംഭവം അടിപൊളിയാണ്. ഇത് ഒരെണ്ണം വാങ്ങിയാലെന്ന് ആലോചിക്കും. അല്ല ഞാനും അരികണ്ട് ഇത് ഒരെണ്ണം വാങ്ങിയാലെന്ന്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ ജൂവലറി പോകുമ്പോഴേ ഇതിന്റെ ഈ എന്താണ് ഗൂഗിൾ മാപ്പ് നോക്കാനുള്ളതെല്ലാം നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണം. ഇതാകുമ്പോൾ ഫുൾ സെറ്റപ്പ്, ഭയങ്കര സെറ്റപ്പ്. അത് മാത്രമല്ല നമുക്ക് പേഴ്സോ ഫോണൊക്കെ ഇവിടെ വയ്ക്കുകയും ചെയ്യാം.
പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സ്പേസ്. നമ്മുടെ എന്റെ മേക്കപ്പ് കിറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. ഇത് മറ്റേ റോയൽ എൻഫീൽഡിന്റെ ക്ലാസിക് ഒക്കെ പോലെ തോന്നുന്നുണ്ടല്ലോ. പിന്നെ അല്ലാതെ പൊളി സാധനം. ഇപ്പൊ സ്കൂട്ടർ മേടിച്ച് തരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന പെൺമക്കൾക്ക് ഇത് ഒരെണ്ണം വാങ്ങി കൊടുത്താൽ മതി. അതെ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടോ. കാരണം ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാമോ? ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് പറയണ്ടേ? 10 രൂപ മുതൽ മുടക്കില്ല. ഐ മീൻ 10 രൂപ സ്പെൻഡ് ചെയ്യണ്ട. കാരണം പെട്രോൾ അടിക്കണ്ട. പെട്രോൾ അടിക്കാൻ 10 രൂപ സ്പെൻഡ് ചെയ്യണ്ട. അപ്പൊ റീചാർജ് ചെയ്യണ്ട. കറണ്ട് അടിക്കാൻ കറണ്ട് അടിക്കണ്ടേ? കറണ്ട് ബില്ല് എന്താണേലും നമ്മൾ അടക്കണമല്ലോ. അതല്ലേ ഉദ്ദേശിച്ചേ? കറണ്ട് അടിക്കണ്ടെന്ന് ഉദ്ദേശിച്ചേ. അപ്പോൾ ഇവളുടെ കൂടി മൊത്തത്തിൽ നമ്മൾ ചീറ്റി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 525 കിലോമീറ്ററാണ് ഇതിൻ്റെ സിംഗിൾ ചാർജിൽ റേഞ്ച് കിട്ടുന്നത്. ഒറ്റ ചാർജ് ചെയ്യത്തിന് ലോകം മൊത്തം ചുറ്റിട്ട് വരാം. അതെ. പിന്നെ ഇതിൻ്റെ മോട്ടർ വെച്ചിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ്. ദിവ്യനെ വെച്ചിട്ട് കൂളായിട്ട് വിളിക്കും. 3 കിലോവാട്ടിൻ്റെ കിടിലം മോട്ടറാണ്. അത്രയ്ക്ക് വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. അത്രയ്ക്ക് വെയിറ്റ് ഒന്നുമില്ല. 22 ന്യൂട്ടൺ ടോർക്ക് വരുന്ന കിടിലം മോട്ടറാണ്. 350 കിലോ വെച്ചുകൊണ്ട് ദിവ്യനെ കൂട്ടണ്ട. അത് കൂടാണ്ട് 350 കിലോ വെയിറ്റിങ്ങൾ വെച്ചുകൊണ്ട് വണ്ടി നല്ല പറക്കും. 65 കിലോമീറ്റർ സ്പീഡ് വരെ പറക്കും വണ്ടി. കിടിലം വണ്ടിയായത്. മേക്കപ്പിനൊക്കെ പോകുമ്പോഴല്ലോ ബാക്കിൽ എൻ്റെ ആക്സസറീസ് മേടിക്കാം. പെട്ടികളെല്ലാം കൂടെ ബാക്കി കെട്ടി വെക്കുക. അസിസ്റ്റന്റിനെ എടുത്താൽ വൈകിട്ട് ചേട്ടന്മാർക്ക് ഒരു ലിഫ്റ്റും കൊടുക്കാം. പിന്നെ ഇവിടെ വേണേ ഒരു കുഞ്ഞു കൊച്ചിന് സുഖമായിട്ട് നിൽക്കാം. കൊച്ചിന് വേണേ ഒരു ബ്രൈറ്റിനെ എടുത്തിക്കൊണ്ട് പോകാം. കുഞ്ഞു കൊച്ചിനൊക്കെ എന്തിനാ. അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. 10,000 കിലോവാട്ട് അവറിൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. 7 വർഷത്തെ വാറണ്ടി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? വെറും 65,000 രൂപയ്ക്കാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് മൊത്തം ഇതിൻ്റെ മോട്ടർ, ബാറ്ററി, ഇതിൻ്റെ ചേസീസ് എല്ലാം നമ്മുടെ കോയമ്പത്തൂർ അവരുടെ ഫാക്ടറി തന്നെയാണ് മാനുഫാക്ചർ. ഇന്ത്യൻ മെയ്ഡാണ്. ഒരു സാധനം പുറത്തുനിന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെക്കും കാര്യങ്ങളെല്ലാം അയംബ്രിൻഡോ ചാനലിലുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്വിക്ക് റിവ്യൂ പറയുകയാണെങ്കിൽ ഓസോടെക് എന്ന് പറഞ്ഞ ബ്രാൻഡ് കമ്പനി കോയമ്പത്തൂർ ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ 3ാമത്തെ സ്കൂട്ടറാണ് ഇത്. ഭീം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഭീം എന്ന പേര് പോലെ തന്നെ ഇത് അത്രയ്ക്കൊരു ഭീകര ഭീമാകാരനായിട്ട് വണ്ടിയാണ്. ഇതിന് 3 റൈഡിംഗ് മോഡുണ്ട്, ഒരു റിവേഴ്സ് മോഡും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാം പറമ്പിൽ, കൃഷിക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നീ ഇതുകൊണ്ട് പോവല്ലേ? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എനിക്ക് മാത്രമേ ഇരിക്കാനുള്ള സ്പേസ് ഉള്ളൂ. ആരുടെ ശല്യമില്ല. അല്ല, ചിലപ്പോൾ പോകാൻ പറ്റി കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടുന്ന് വീട്ടിലേക്ക് ഏകദേശം ഒരു 650 കിലോമീറ്റർ ഉണ്ട്. 525 കിലോമീറ്റർ ഇതിൻ്റെ ബാറ്ററി റേഞ്ചും കിട്ടുമ്പോൾ ബാക്കി വേണമെങ്കിൽ എവിടെയെങ്കിലും ചായ കുടിക്കാൻ നമുക്ക് വേണമെങ്കിൽ എവിടെ ചെല്ലുമ്പോഴാ ജസ്റ്റ് ഒന്ന് എറണാകുളം ചെല്ലുമ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട്. അതെ, എവിടെയെങ്കിലും ഒന്ന് കയറിക്കുമ്പോൾ ഒന്ന് ചായ കുടിക്കാൻ കുത്തിയിട്ട് കഴിഞ്ഞാൽ ബാക്കി സുഖമായിട്ട് വീട്ടിലെത്താം. ഒരു 10 മിനിറ്റ് ചായ കുടിക്കാൻ കിട്ടി കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്ങിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് GPS മാപ്പ് കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഗൂഗിൾ മാപ്പ് ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെയിലത്തിരുന്ന് കഴിഞ്ഞു പോകുന്നിടത്തല്ലേ. അപ്പോൾ നീ അതൊക്കെ ഇട്ടിട്ട് വാ. നമ്മുടെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. വണ്ടി നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പം നമ്മളിതേ വണ്ടി പരിപാടിയും ഷൂട്ടും എല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് അതേ എൻ്റെ കെട്ടിന് എനിക്കൊരു കാപ്പി ഇട്ട് തരാം കേട്ടോ. അയ്യടാ, പിന്നെ എനിക്ക് റെഡിയാവാൻ കുറെ സമയം എടുക്കില്ലേ? നിങ്ങളെ പോലെയാണോ മനുഷ്യ? ഞാൻ പറഞ്ഞ അക്കൂടെ എനിക്കും കൂടെ ഒരു ചായ ഇടാൻ കേട്ടോ. മുടുക്കൻ പോവാണോ? ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ ഗോൾഫ് കോർട്ടാണ് കേട്ടോ. നല്ല രസമാണ്. കാര്യം ഇവിടെ അസാധ്യമായ വ്യൂ ഒക്കെയാണ്. പക്ഷെ കൊതുകടിയായിരുന്നു രാത്രി മുഴുവൻ. ഒരാൾക്ക് കാറ്റ് വേണമെന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ തുറന്നിട്ടാ കൊതുക് അടിച്ചിട്ട് ഇവിടെ കിടക്കാൻ മേലായിരുന്നു. കൊതുകടി വേണോ? നല്ല ലിപ് ഷെയ്ഡ് അല്ലേ? ഞാൻ സെഫോറയുടെ 2-3 ഷെയ്ഡ്സ് വാങ്ങിയില്ലായിരുന്നു. അതെല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് അടിച്ചതാട്ടോ. നല്ല രസമുണ്ട്. ഈ സെഫോറയിൽ ഒന്നുകൂടി പോണായിരുന്നു ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ലിപ് ബ്ലഷ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് അപ്പോഴത്തെ പൈസയുടെ ടൈറ്റ് കാരണം എനിക്കത് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ എന്തോ മനസ്സ് പിടിച്ചങ്ങ് വലിച്ചു വാങ്ങരുത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അസാധ്യമായ കുറ്റബോധം കേട്ടോ എനിക്കത് വാങ്ങാത്തതുകൊണ്ട്. കാരണം സെഫോറയുടെ സാധനങ്ങൾ ഒരിടത്തും കിട്ടാനില്ല. പിന്നെ എൻ്റെ കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് ഞാൻ അവരെ കൊണ്ടാണ് വാങ്ങിപ്പിക്കാറുള്ളത്. പക്ഷെ ഇനി ഒന്നുകൂടി പോയി വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയ സമ്മതിക്കില്ല. എന്ത് ചെയ്താലും സമ്മതിക്കില്ല കേട്ടോ. അല്ല, എനിക്ക് ക്രയലോൺ സെഫോറയിലൊക്കെ ഒന്നുകൂടി പോകണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാം? ഇവിടെ വന്നിട്ട് കിടക്കണം എന്ന് പറഞ്ഞ ഒരാൾ വന്നതാണ്. പക്ഷെ കിടന്നൊന്നുമില്ല, ഓടിപ്പാഞ്ഞ് നടക്കാറുണ്ട്. ഞാൻ കിടന്നുറങ്ങി. അപ്പം എനിവേ നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. നല്ല സങ്കടമുണ്ട്. ഇനിയിപ്പോൾ വരാലോ ബാംഗ്ലൂർ. അടുത്തൊന്നും അല്ല, എന്നാലും വരാലോ. എറണാകുളം പോകുന്നത് തന്നെ കഷ്ടിച്ചാണ്. നല്ല പ്രോഡക്റ്റ്സ് ആണ് സെഫോറയുടെ. പറയാതിരിക്കാൻ വയ്യ.
നല്ല ഫൗണ്ടേഷൻ, നല്ല കൺസീലർ, നല്ല ലിപ്സ്റ്റിക്ക്, നല്ലൊരു ബ്രാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 4000 5000 റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമുക്ക് അഫോർഡബിളും ആണ്. ഒരു 1500 ആ ഒരു റേഞ്ചിൽ കൺസീലറും ഫൗണ്ടേഷനൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. മേടിച്ച എല്ലാ പ്രോഡക്റ്റും നല്ലതാണ്. അപ്പം അതെല്ലാം വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇതേ നമ്മൾ ബാംഗ്ലൂർ വിടുവാണ് മക്കളെ. ബാംഗ്ലൂർ വിടുവാണ്. കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. വേറൊരു ദിവസം ആവാമല്ലേ. ഇനിയും ഉണ്ടല്ലോ ബാംഗ്ലൂർ, അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അടുത്തായിട്ടതായ ഫുഡ് കഴിക്കൽ മാമാങ്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ഓരോന്നോരോന്നായിട്ട്. പോരട്ടെ. നമ്മളിങ്ങനെ ബാംഗ്ലൂരുള്ള എയർപോർട്ടിലെ ലോഞ്ചിലാണ് ഫുഡ് കഴിക്കാൻ കയറിക്കുന്നത്. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. എന്തോരം ഫുഡ് ഐറ്റംസ് ആണ്. ഇതിപ്പോൾ രണ്ടാമത്തെയാണ് നമ്മൾ എടുക്കുന്നത്. എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ടേസ്റ്റ് കാരണം നമ്മൾ കഴിച്ചു പോവാണ്. അപ്പോൾ ഇതിനകത്ത് വെറും 2 രൂപ ചിലവിലാണ് നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇതിനകത്ത് കയറാനായിട്ട് വെറും പ്ലാറ്റിനം കാർഡ് മാത്രം മതി. HDFCയോ സൗത്ത് ഇന്ത്യൻ ബാങ്കോ ഏതിൻ്റെ ആണെങ്കിലും പ്ലാറ്റിനം കാർഡ് മാത്രം മതി. ഈ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് വർഷത്തിൽ 4 പ്രാവശ്യം കയറാം കേട്ടോ. സ്ഥിരം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 2 പേര് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് 2 4 രൂപയായിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഫുഡ് കൗണ്ടറിയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ലോഞ്ചിനകം. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. ജ്യൂസായി, പിന്നെ എന്താ, അതുപോലെ വെജ് ആൻഡ് നോൺ വെജ്, സാമ്പാർ, ചിക്കൻ കറി, പിന്നെ ബ്രെഡ്, സലാഡ്സ്, അതുപോലെ ജ്യൂസ്, ഡ്രിങ്ക്സ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഒരു സൈഡിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര വലിയൊരു ലോഞ്ചാണ്. ബാംഗ്ലൂർ അത്യാവശ്യം വലിയ ടൗൺ ആണല്ലോ. സോ അവിടുത്തെ എയർപോർട്ടിലെ ലോഞ്ചും അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി ആൾക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിത് ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. വിമാനത്തിൻ്റെ വാലിൻ്റെ അറ്റത്താണ് ഞാൻ ഇരിക്കുന്നത്. അയ്യോ മതി. എങ്ങനെയുണ്ട് എന്നെ കണ്ട? മുഖം മൊത്തം ടയർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. എനിവേ അടുത്ത ഇടപാട് വരുന്നത് നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. നമ്മൾ അവിടെയാണെന്ന് വണ്ടി ഇട്ടിട്ട് പോയത്. നമ്മുടെ വണ്ടി അവിടെ തന്നെ ഉണ്ട് കേട്ടോ, പേടിക്കണ്ട. നമ്മൾ അതേ വണ്ടിയെ കയറി ടാറ്റ ബൈ ബൈ പോവാണ്. ബൈ. നമ്മുടെ ബാംഗ്ലൂർ കറക്കം എല്ലാം വൈൻഡ് അപ്പ് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം 11:59 12 മണിയാകുമ്പോൾ. നമ്മളെപ്പോൾ എത്തും വീട്ടിൽ? ഇവിടെ നിന്നൊരു ഇനി ഒരു 1.25 മണിക്കൂർ, 55 കിലോമീറ്റർ കട. അതെ അല്ലേ. ഡ്രൈവർ വിമാനത്തിൽ ഇരുന്ന് മൊത്തം ഉറക്കമായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഫ്ലൈറ്റ് ഓടിക്കണ ഞാനല്ലല്ലോ, എനിക്കിരുന്ന് ഉറങ്ങാലോ. അപ്പോൾ വിമാനത്തിൽ ഇരുന്ന് നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് ക്ഷീണമൊന്നുമില്ല, വീട്ടിലെത്താം. വലിയ ഡയലോഗൊക്കെ വേ ഔട്ട് അതിലല്ലേ. വലിയ ഡയലോഗൊക്കെ അടിച്ചായിരുന്നേ. ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചോളാം. മാറിയിരുന്നു. വണ്ടിക്കകത്ത് കയറി അപ്പൊ തന്നെ സീറ്റ് ബാക്കിലോട്ടാക്കി ഒറ്റ കിടപ്പ് കിടന്ന ആളാണ് ഞാൻ ഓടിക്കാന്നുള്ളത്. ഇന്നത്തെ തല്ലും വഴക്കും എല്ലാം ബാക്കി പോകുന്ന വഴിക്ക് അല്ലേ. ഇവരെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ചൊരു എനർജി ആയിട്ട് ബാക്കി വഴക്കുണ്ടാക്കാം. അതെ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ബൈ ബൈ.